നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +2 ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി +2 ഇക്കണോമിക്സ് പുസ്തകത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കർവ് ക്വസ്റ്റ്യൻസ്, അതായത് വക്രങ്ങൾ അടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇവിടെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കിത് 100% ഉപകരിക്കുന്നതാണ്. ഇവിടെ പറയുന്ന ചോദ്യങ്ങളിൽ 3/4 ഭാഗവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമെന്ന് ഉറപ്പാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ. മാത്രമല്ല ചോദ്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഉത്തരങ്ങൾ ഏത് ചാപ്റ്ററിലാണ് എന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. മിക്കവാറും നിങ്ങളിതൊക്കെ പഠിച്ചു തന്നെ ആയിരിക്കും. പക്ഷേ പഠിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പായിട്ടും പഠിച്ചിട്ട് വേണം പോവാൻ. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്നുള്ളതാണ്. മൈക്രോ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്, ഒരു കർവ് ക്വസ്റ്റ്യൻ ആണ് ഈ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് PPC എന്ന് പറയുന്നത്. അതായത് PPC കർവ് തന്നിട്ടോ അല്ലെങ്കിൽ PPC കർവ് വരയ്ക്കാൻ വേണ്ടിയോ പറയും. തന്നിട്ടാണെങ്കിൽ അവിടെ 3 കാര്യങ്ങൾ രേഖപ്പെടുത്താനാണ് പറയുക. ഗ്രോത്ത് ഓഫ് റിസോഴ്സ്, ഫുൾ ആൻഡ് എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്, അതുപോലെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്, വിഭവങ്ങളുടെ പൂർണ്ണ ഉപയോഗം, വിഭവങ്ങളുടെ പരിമിത ഉപയോഗം, വിഭവങ്ങളുടെ അമിത ഉപയോഗം, ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി പറയും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കർവ് തരും, കർവ് തന്നിട്ട് അതിൽ രേഖപ്പെടുത്താനാണ് പറയുക. അല്ലെങ്കിൽ ഇങ്ങനെ നേരിട്ട് ചോദ്യം തന്നിട്ട് കർവ് വരച്ചിട്ട് ആ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുക. ഈ ചാപ്റ്ററിൽ ആ ഒരു ചോദ്യം മാത്രമാണ് കർവായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. രണ്ടാമത്തെ ചാപ്റ്ററാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ടത്. ബജറ്റ് ലൈൻ വരയ്ക്കാൻ എന്തായാലും ചോദ്യം ഉണ്ടാകും. ബജറ്റ് ലൈൻ വരയ്ക്കാൻ, അതുപോലെ തന്നെ ഡിമാൻഡ് എന്താണ്, ഡിമാൻഡ് കർവ് എന്താണ്, അത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. ഈ ചാപ്റ്ററിൽ ഡിമാൻഡ് എന്താണ്, ഡിമാൻഡ് കർവ് എന്താണ് എന്നുള്ള ചോദ്യം വരും. അതുപോലെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിസ്സംഗതാ വക്രമാണ്. ഇൻഡിഫറൻസ് കർവ് എന്താണ്, അത് ചിത്രം വരയ്ക്കാനുണ്ടാവും. അതുപോലെ തന്നെ ഇൻഡിഫറൻസ് മാപ്പ് എന്താണെന്നുള്ള ചോദ്യം സർവ്വസാധാരണമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇൻഡിഫറൻസ് മാപ്പ്. ഓക്കെ, ആ 2 ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഈ ചാപ്റ്ററിൽ തന്നെ ഉള്ളതാണ്. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഏറ്റവും കൂടുതൽ കർവ് കാണുന്ന ഒരു ചാപ്റ്ററാണിത്. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, അതായത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിൻ്റെ മറ്റൊരു പേരാണ് ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്ന് പറയുന്നത്. ഈ 2 രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ഒരേ ഉത്തരമാണ്. നമുക്കറിയാം, അത് നമ്മൾ എസ്സേ ഭാഗത്ത് നമ്മളതിൻ്റെ ഈ ഒരു ഭാഗം എസ്സേയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബജറ്റ് ലൈനും അതുപോലെ തന്നെ IC വക്രവും നമ്മൾ യോജിപ്പിച്ച് വരച്ചിട്ട് കിട്ടുന്നതാണ് ഈ പറഞ്ഞ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാവുന്ന 1-2 കാര്യങ്ങൾ, അത് ഈ വർഷം പരീക്ഷയ്ക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതായത് വില ഇലാസ്തികതയുടെ ഡിഗ്രികൾ, അതിൻ്റെ 5 ഡിഗ്രികളുണ്ട്, 5 ചിത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം പോവാൻ. ഓക്കെ, അത്രയും കാര്യങ്ങൾ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയാവുന്നേ ഉള്ളൂ. ദെൻ മൂന്നാമത്തെ ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ആണ്, ഉൽപ്പാദനവും ചെലവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ വേരിയബിൾ പ്രൊപ്പോർഷൻ തിയറിയുമായി ബന്ധപ്പെട്ടതാണ്. വേരിയബിൾ പ്രൊപ്പോർഷൻ തിയറിയുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെ അങ്ങനെ തന്നെ ചോദിക്കും. അല്ലെങ്കിൽ ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് തിയറി എന്നാണ് ചോദിക്കുക. അതിൻ്റെ കർവ്, അതായത് TP, AP, MP 3 സ്റ്റേജിലൂടെ കടന്നു പോകുന്നതിനെ കാണിക്കുന്ന കർവ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ കോസ്റ്റ് കർവുമായി ബന്ധപ്പെട്ട് പലതരം കോസ്റ്റുകളുണ്ട്. അതായത് കോസ്റ്റ് കാൽക്കുലേഷൻ ചോദിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ചില കോസ്റ്റ് കാൽക്കുലേഷൻ നടത്തിയതിന് ശേഷം കർവുകൾ വരയ്ക്കാൻ വേണ്ടി പറയും. AFC കർവോ, SAC കർവോ, SMC കർവോ, അങ്ങനെയുള്ള കർവുകളൊക്കെ വരയ്ക്കാൻ വേണ്ടി പറയും. അതൊന്ന് നോക്കി പോയിക്കൊള്ളണം. അതുപോലെ തന്നെ AFC കർവിൻ്റെ ഷേപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക. അത് എന്താണ്, റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്, അത് നോക്കിപ്പോണം. ഓക്കെ, റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്നുള്ളതാണ് AFC കർവിൻ്റെ ഷേപ്പ്. അങ്ങനെ ഒട്ടുമിക്ക കർവുകളും U-ഷേപ്പ്ഡ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടാവും. പിന്നെ അതിൽ തന്നെ പഠിക്കേണ്ട ഒന്നാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SAC ആൻഡ് SMC അല്ലെങ്കിൽ AC ആൻഡ് MC. അതായത് ആവറേജ് കോസ്റ്റും അതുപോലെ മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതിൻ്റെ കർവുകൾ വരച്ചിട്ട് വേണം അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ചോദ്യം വരുന്നത്.
അത്രയാണ് മൂന്നാമത്തെ ചാപ്റ്ററിലുള്ളത്. നാലാമത്തെ ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഇവിടെ നമുക്കറിയാം ഒരു എസ് എ ക്വസ്റ്റ്യൻ തന്നെ നമ്മളിവിടെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ്. അവിടെ നമുക്ക് നമ്മുടെ SMC അതുപോലെ SAC, AVC, AC, പിന്നെ MR അല്ലെങ്കിൽ AR അങ്ങനെയുള്ള കർവുകളൊക്കെ കൂടെ കമ്പൈൻ ചെയ്ത് വരയ്ക്കുന്ന ഒന്നുണ്ട് ഈ ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ ലാഭം പരമാവധി ആക്കൽ എന്ന് പറയുന്ന ആ ഒരു തിയറിയിൽ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഭാഗത്ത് അത് തന്നെ ഉള്ളൂ, കാര്യമായിട്ട് വരയ്ക്കാനുള്ള ആ ചാപ്റ്ററിൽ അത് തന്നെ ഉള്ളൂ. പിന്നെ സപ്ലൈയുടെ ഭാഗമൊക്കെ വരുന്നുണ്ട്, അത് നിങ്ങൾ അത്ര മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, എന്തായാലും വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ചോയ്സ് ഉണ്ടാവും, ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചാപ്റ്ററാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ സാധാരണ എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ അങ്ങനെ 2 ചോദ്യങ്ങൾ വരും. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ അവിടെ നിങ്ങൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. പക്ഷേ അവിടെ കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് മറ്റ് 2 കാര്യങ്ങളാണ്. അത് ഏതൊക്കെയാണ്? ഒന്ന് പ്രൈസ് സീലിംഗ് ആണ്. പ്രൈസ് സീലിംഗ് അതുപോലെ തന്നെ പ്രൈസ് ഫ്ലോർ ആണ്. പ്രൈസ് സീലിംഗ് അല്ലെങ്കിൽ എന്താ അതിന് മലയാളം? വിലപരിധി എന്നാണ്. പ്രൈസ് സീലിംഗ്, വിലപരിധി ചിത്രം വരച്ച് അടയാളപ്പെടുത്താണ്ടാവും, അല്ലെങ്കിൽ ചിത്രം വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്ടാവും. അതുപോലെ തന്നെ ഫ്ലോർ പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് ഫ്ലോർ, തറവില എന്താണ്, അത് ചിത്രം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്ടാവും. 2 ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ 2 കൂടെയോ പരീക്ഷയ്ക്ക് ചോദിക്കും. അതുപോലെ മൈക്രോ എക്കണോമിക്സിലെ നോൺ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്ന 6ാമത്തെ ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്, നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ മാക്രോ എക്കണോമിക്സിലേക്ക് പോകുമ്പോൾ 1ാമത്തെ ചാപ്റ്ററിൽ കാര്യമായിട്ട് ചിത്രങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് മാക്രോ എക്കണോമിക്സിലെ 2ാമത്തെ ചാപ്റ്ററാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. അവിടെ എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുന്നതാണ്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം 2 സെക്ടർ മോഡൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭാഗം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം 2 സെക്ടർ മോഡൽ, അതായത് ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയുടെ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം. 2 മേഖലകൾ തരും, കുടുംബ സ്ഥാപനം അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്, അതുപോലെ ഫേം തരും. എന്നിട്ട് അതിനെ നമ്മൾ ആ ഒരു സർക്കുലേഷൻ ക്ലിയർ ചെയ്യാനും അതിൽ എന്തൊക്കെയാണ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് മാർക്ക് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കും ആ ചോദ്യം ഉണ്ടാവുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 4 അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ചോദ്യമാണ്. പിന്നെ അതിൽ കാര്യമായിട്ട് മറ്റ് ചിത്രങ്ങളൊന്നും ഇവിടെ നമുക്ക് വരയ്ക്കാനോ എടുക്കാനൊന്നുമില്ല. പിന്നെ നമുക്ക് മണി ആൻഡ് ബാങ്കിങ്ങിലേക്കാണ്. മണി ആൻഡ് ബാങ്കിങ്ങിൽ ആകെ ഒരു ചിത്രമേ നമുക്ക് കാര്യമായിട്ട് വരയ്ക്കാനുള്ളൂ. അത് നമ്മുടെ ലിക്വിഡിറ്റി ട്രാപ്പുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ലിക്വിഡിറ്റി ട്രാപ്പ് നമുക്ക് മോഡൽ എക്സാമിനൊന്നും കണ്ടതില്ല. എന്തായാലും ഒന്ന് നോക്കി പോയിക്കൊള്ളുണ്ടു. ലിക്വിഡിറ്റി ട്രാപ്പ്, ദ്രവത്വക്കെണി എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എന്തുകൊണ്ടോ മോഡൽ എക്സാമിലൊന്നും കണ്ടില്ല. ഓക്കെ, എന്തായാലും നോക്കിക്കോ. ഓക്കെ, ഇതൻ നമ്മൾ 4ാമത്തെ ചാപ്റ്റർ ഇൻകം ഡിറ്റർമിനേഷൻ ആണ്. ഇൻകം ഡിറ്റർമിനേഷനിൽ നമുക്ക് കാര്യമായിട്ട് ചോദിക്കാവുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്, അഗ്രിഗേറ്റ് സപ്ലൈ കർവ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും അഗ്രിഗേറ്റ് സപ്ലൈ കർവും അതിൻ്റെ ഷേപ്പ് പഠിക്കുക. അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും അഗ്രിഗേറ്റ് സപ്ലൈ കർവും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം വരുന്നുണ്ട്. ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് 2 കർവും ഒരേ എക്സ് ആൻഡ് വൈ ആക്സിസിൽ വരച്ചിട്ട് അവിടെ എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്, അതായത് അഗ്രിഗേറ്റ് AD ആൻഡ് AS എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് കാണിക്കുന്ന ഒരു കർവുണ്ട്. അതൊന്ന് വരച്ച് പഠിച്ചോളൂ. അതുപോലെ തന്നെ മോഡൽ എക്സാമിന് എടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എഫക്റ്റ് ഓഫ് ഓട്ടോണമസ് ചേഞ്ച് ഓൺ ഇക്വിലിബ്രിയം ഡിമാൻഡ് എന്ന് പറഞ്ഞത്. അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഓട്ടോണമസ് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് കാണിച്ചുകൊണ്ട് ഒരു കർവും കൂടെ ഉണ്ട്. അത് ഒട്ടുമിക്ക കുട്ടികൾക്കും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, 4ാമത്തെ ചാപ്റ്ററിലാണ് അത്. അങ്ങനെ തന്നെ ഉണ്ട് ആ ഹെഡിങ്, എഫക്റ്റ് ഓഫ് ഓട്ടോണമസ് ചേഞ്ച് ഓൺ ഇക്വിലിബ്രിയം ഡിമാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അത്രയും ആ 2 കാര്യങ്ങളാണ് അവിടെ ചിത്രങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററിൽ. ദെൻ മറ്റൊന്ന് ഗവൺമെൻറ് ഫങ്ഷൻസ് ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്ററാണ്. മാക്രോ എക്കണോമിക്സിൽ ഗവൺമെൻറ് ഫങ്ഷൻസ് ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്ററിൽ ഇവിടെ ഒരു ഗ്രാഫല്ല അല്ലെങ്കിൽ കർവല്ല, നമുക്കൊരു ചാർട്ട്, 5 മാർക്കിന് ഒരു ചാർട്ട് പഠിക്കാനുണ്ട്. അതായത് ഗവൺമെൻറ് ബജറ്റിൻ്റെ 2 ഘടകങ്ങൾ, റവന്യൂ ബജറ്റ്, ക്യാപിറ്റൽ ബജറ്റ്. പിന്നെ റവന്യൂ ബജറ്റിനെ വീണ്ടും നമ്മൾ തരംതിരിക്കുന്നു, പിന്നെ റവന്യൂ റെസീപ്റ്റിനെ വീണ്ടും തരംതിരിക്കും. അങ്ങനെ നമ്മൾ ഓരോ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചാർട്ട് വരയ്ക്കുന്ന ഒരു 5 മാർക്കിൻ്റെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡൽ എക്സാമിന് ചോദിച്ചതാണ്, കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്, പിന്നെ സേക്ക് ചോദിച്ചതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായാലും നോക്കിയിട്ട് തന്നെ പോകണം. വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. കാരണം പകുതി കാര്യങ്ങൾ നമുക്ക് ചോദ്യത്തിൽ തരുന്നതാണ്. അപ്പോൾ വിട്ട ഭാഗം ഫില്ല് ചെയ്യുക എന്നുള്ള രൂപത്തിലാണ് നമുക്കത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കണം. അതുപോലെ ബജറ്റുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചാർട്ട് അതിലുണ്ട്. ബജറ്റ് എന്ന് പറഞ്ഞിട്ട് ബജറ്റിൻ്റെ 2 ഘടകങ്ങൾ, ബാലൻസ് ബജറ്റ് അതുപോലെ അൺബാലൻസ്ഡ് ബജറ്റ്. പിന്നെ അൺബാലൻസ്ഡ് ബജറ്റിൻ്റെ 2 ഘടകങ്ങൾ, ഡെഫിസിറ്റ് ബജറ്റ് പിന്നെ സർപ്ലസ് ബജറ്റ്. അതൊരു 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അതും ഒന്ന് നോക്കി പോയിക്കോളുക. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിൽ കർവായിട്ട് ഒരു ചാർട്ടാണ്. അത്രയും 2 ചാർട്ടുകളെ പറയാനുള്ളൂ. പിന്നെ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററാണ് ഓപ്പൺ എക്കോണമി ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഓപ്പൺ എക്കോണമി ആൻഡ് മാക്രോ എക്കണോമിക്സ് നമുക്ക് ആകെ വരുന്ന ഒരു കർവ് എന്ന് പറയുന്നത്
ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതായത് വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്ന രീതികൾ 3 ഉണ്ട്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, അതുപോലെ തന്നെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, ദെൻ മറ്റൊന്ന് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ആദ്യത്തെ 2 എണ്ണത്തിൽ, അതായത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ അസ്ഥിര വിനിമയ നിരക്ക് അല്ലെങ്കിൽ അയവുള്ള വിനിമയ നിരക്കിൽ ഡിമാൻഡും സപ്ലൈയും ചേർന്നുകൊണ്ട് നിർണ്ണയിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഒരേ എക്സ് ആൻഡ് വൈ ആക്സിസിൽ വരച്ചിട്ട് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് അവിടെ ഇക്വിലിബ്രിയം ഉണ്ടാകും. അതായത് എക്സ്ചേഞ്ച് റേറ്റ് നിർണ്ണയിക്കപ്പെടും എന്നുള്ളൊരു ചിത്രമാണ്. അതുപോലെ തന്നെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബാങ്കോ എന്ത് ചെയ്യുന്നു, സെൻട്രൽ ബാങ്ക് അത് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റിൽ മാറ്റം ഉണ്ടാകുന്നു, ആ കർവും. അപ്പോൾ അങ്ങനെ 2 കർവുകൾ ആണ് ആ ഒരു ടോപ്പിക്കിലുള്ളത്. ആ ചാപ്റ്ററിൽ അതിനെ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കർവ് എന്ന രൂപത്തിൽ പരീക്ഷയ്ക്ക് വരുന്നത്. ഇതിൽ നിന്ന് പ്രധാനപ്പെട്ടത് ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗങ്ങൾ മാത്രം നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും നമുക്ക് 5 മാർക്ക് 4 മാർക്കും 3 മാർക്ക് ഭാഗങ്ങളിലാണ് ഈ കർവിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അവിടെ തന്നെയാണ് നമുക്ക് മാർക്ക് നഷ്ടപ്പെടാനും സാധ്യത കൂടുതൽ ഉണ്ടാവുക. എന്തായാലും ഇത് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് വെച്ച് നിങ്ങൾ എന്നെ പരിഭവിക്കരുത്. കാരണം ഞാൻ മാക്സിമം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ റിസ്ക്കും സഹിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ല് എനേബിൾ ഒന്ന് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.